യൂണിറ്റ് 4 അപ്രീഷിയേറ്റിംഗ് ധാര. ഇതിൻ്റെ ടെക്നിക്സ് മെയിനായിട്ട് ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് സ്റ്റേജ് ഇൻറ്റു വേരിയസ് ലെവൽസ് ആണ്. ഇത് ഡാൻ്റെ റിയലിസ്റ്റിക് ലെവൽ പറഞ്ഞു. ലണ്ടൻ ബെഡ് സെറ്ററിനെ കാണിക്കുന്ന ഒരു ആസ്പയറിംഗ് റൈറ്റേഴ്സിനെ റൂം കാണിക്കുന്നതാണ്. രണ്ടാമത്തെ നമ്മൾ മെയിനായിട്ട് കാണുന്ന എന്താ പറയുക പ്ലേ ഈ ലെവലിലാണ്. ഇനി അതർ 2 ലെവൽസ് ആണ്. ഇത് ഇമാജിൻഡ് ആണ് ഡോക്ടർ തക്കറിൻ്റെ ഹയർ ലെവൽ, റിമെമ്പേർഡ് ആണ് പട്ടേലിൻ്റെ ലോവർ ലെവൽ. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി സ്റ്റേജിൻ്റെ ഡിവിഷൻ പറഞ്ഞു. എൻഡ് ഓഫ് ദ എപ്പിസോഡ് ഇൻ ദ പട്ടേൽസ് ഹൗസ് ദ സ്റ്റേജ് ഡയറക്ഷൻ സേസ് ദാറ്റ് Dan suddenly wakes up as if from nightmare and his mind is wandering and asking for fresh restart. Restarts with the story of Dr. Thakkar. അങ്ങനെയാണ് പറയുന്നത്. ഡീപ്പ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ എല്ലാം ഈ ഡാനിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ്. ഡീപ്പ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നു. ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുമ്പോൾ, അതുപോലെ പ്ലേ എൻഡ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ എന്താ പറയുക വീണ്ടും നമ്മൾ ഡാൻ ഇൻ റിയൽ ടൈമിലേക്കാണ് എത്തുന്നത്. ഡാൻ ഹു ഇമാജിൻഡ് ഓൾ വി വാച്ച്ഡ്. സോ ദ പ്ലേ ഈസ് കംപ്ലീറ്റ്ലി ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഡാൻ. ഡാനിൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് മൊത്തം പ്ലേ ഇരിക്കുന്നത്. രണ്ടാമത്തെയാണ് ദത്താനി ബ്രേക്സ് ദ യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഇത് മൂന്നും ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് താരയിലെ ടെക്നിക്സ് ആണ്. ഒന്നാമത്തെ സ്റ്റേജിൻ്റെ ഡിവിഷൻ, റിയൽ ടൈമിൽ ഡാനിനെ മാത്രം കാണിക്കുന്നു. ബാക്കിയെല്ലാം ഇത് റിമെമ്പേർഡ് ഓർ ഇമാജിൻഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്, ഹയർ ലെവലും ലോവർ ലെവലും. ഇനി രണ്ടാമത്തെയാണ് ദത്താനിയുടെ യൂണിറ്റ് ഓഫ് പ്ലേസ്, യൂണിറ്റ് ഓഫ് ടൈം ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഈ ഒരു സംഭവങ്ങൾ, ഈ റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ളത്. ഇതെങ്ങനെയാണെങ്കിൽ കട്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഡിഫറെൻറ്റ് ആക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ഫോർവേഡ് നെറേറ്റീവ്. ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നെറേറ്റീവ് അല്ല. ഡിഫറെൻറ്റ് ടൈംസിലും ഡിഫറെൻറ്റ് ആക്ഷൻസിലൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻസ് ഓഫ് യൂണിറ്റി. പക്ഷേ നല്ലൊരു സെൻസ് ഓഫ് യൂണിറ്റി നമുക്ക് തരുന്ന കുറച്ച് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടുവേർഡ്സ് ദി എൻഡ് വി സീ ആൻഡ് ഹിയർ ഓൾ ദ ക്യാരക്ടേഴ്സ് കം ടുഗെദർ. അതായത് എല്ലാവരും ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാം. അതായത് പട്ടേലിൻ്റെ റെവലേഷൻ, അതുപോലെ തന്നെ ഡോക്ടർ തക്കർ മൂവ്സ് ടു ഹിസ് ട്രയംഫൻറ്റ് കൺക്ലൂഷൻ. അതായത് ആ കേസ് സ്റ്റഡിയുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. രൂപ പ്ലേസ് ഔട്ട് ഹെസ് ഫൈറ്റ്. അതുപോലെ രൂപയുടെ കാര്യം പറയുന്നു. ഭാരതി ഷോസ് അസ് ഹർ ഓവർ കോമ്പൻസേറ്ററി ലവ്. ഡാൻ എക്സ്പ്രസസ് ഹിസ് റിവൾഷൻ. അങ്ങനെ എല്ലാതും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സെൻസ് ഓഫ് യൂണിറ്റി നമുക്ക് തരുന്നതാണ് അറ്റ് ദി എൻഡ്. അപ്പോൾ ഒരു സെൻസ് ഓഫ് യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. ഇത് ഏതൊക്കെ റൂൾസിനെ ബ്രേക്ക് ചെയ്താലും, ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റീസിനെ ബ്രേക്ക് ചെയ്താലും ഇങ്ങനെ ഒരു സെൻസ് ഓഫ് യൂണിറ്റി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഒരു സെൻസ് ഓഫ് യൂണിറ്റി തരുന്നത്? എല്ലാം ടുഗെദറായിട്ട് വരുന്നത്. അതായത് പട്ടേൽ മേക്സ് ഹിസ് റെവലേഷൻ, ഡോക്ടർ തക്കർ മൂവ്സ് ടു ഹിസ് ട്രയംഫൻറ്റ് കൺക്ലൂഷൻ, രൂപ പ്ലേസ് ഔട്ട് ഹെസ് ഫൈറ്റ്, ഭാരതി ഷോസ് us her ഓവർ കോമ്പൻസേറ്ററി ലവ്, ഡാൻ എക്സ്പ്രസസ് ഹിസ് റിവൾഷൻ. അങ്ങനെയാണ് ഒരു യൂണിറ്റ് തരുന്നത്. ഇനി യൂണിറ്റി ഓഫ് ടൈം പറയുകയാണെങ്കിൽ, ഇത് ആക്ച്വലി ഇത് അച്ചീവ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊരു സിംബോളിക്കലി ഉള്ള അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ക്രോണോളജിക്കൽ ടൈം ശരിക്കും ബ്രോക്കൺ ആണ്. സോ ശരിക്കും യൂണിറ്റി ഓഫ് ടൈം ഇവിടെ ഇല്ല. പ്ലേ മൂവ്സ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ഇവൻറ്റ്സ് അൺഫോൾഡ് ഇൻസൈഡ് ഡാൻസ് മൈൻഡ്. എല്ലാ ഇവൻറ്റും അൺഫോൾഡ് ചെയ്യുന്നത് ഡാൻ്റെ മൈൻഡിലാണ്. പാസ്റ്റ് ഒരു മെമ്മറി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഹിസ്റ്ററിക്കൽ ടൈമായിട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടോ കാണിക്കുന്നില്ല. ആക്ഷൻ ബിഗിൻസ് ആൻഡ് എൻഡ് ഇൻ ഡാൻസ് പ്രസൻറ്റ്, ഫോമിങ് എ സർക്യുലർ സ്ട്രക്ചർ. അതായത് തുടങ്ങുന്നതും ഡാൻ്റെ മൈൻഡിൽ തന്നെയാണ്, എൻഡ് ചെയ്യുന്നതും ഡാൻ്റെ മൈൻഡിൽ തന്നെയാണ്. അങ്ങനെ ഒരു സർക്കുലർ സ്ട്രക്ചർ ഇതിന് ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യൂണിറ്റി ഓഫ് ടൈം സിംബോളിക്കലി അച്ചീവ് ചെയ്തു എന്ന് പറയാം. അതുപോലെ യൂണിറ്റി ഓഫ് പ്ലേസ്, ഇവിടെ അത് ഫിസിക്കൽ യൂണിറ്റി ഓഫ് പ്ലേസ് ഇസ് ബ്രോക്കൺ. ഓൾറെഡി 3 ലെവൽസ് ഉണ്ട്. പക്ഷെ സിംബോളിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റേജ് ഒരു മെൻ്റൽ സ്പേസ് ആയിട്ട് പറയാം. അതായത് മെമ്മറി ഫുൾ ഓർക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. ലൈറ്റിംഗ് ആൻഡ് ക്രോസ് കട്ടിങ് സീൻസ് ഹെൽപ്സ് ടു അച്ചീവ് യൂണിറ്റി ഓഫ് പ്ലേസ്. ഓരോ ലെവലിൽ സംഭവിക്കുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണം നമ്മുടെ ഫോക്കസ് അവിടേക്ക് മാത്രമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂറ്റി അവർ ഫോം ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ല. എല്ലാ പ്ലേസസും ഡാൻ്റെ കോൺഷ്യസ്നെസ്സിലെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ യൂണിറ്റി ഓഫ് പ്ലേസ് അച്ചീവ് ചെയ്തു എന്ന് തന്നെ പറയാം. എല്ലാം മെമ്മറി ആണല്ലോ. അപ്പോൾ അത് ഡാൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഒരു പാർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംബോളിക്കലി യൂണിറ്റ് ഓഫ് പ്ലേസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റി ഓഫ് ആക്ഷൻ, ഓൾ ആക്ഷൻസ് ലീഡ് ടു വൺ സെൻട്രൽ സീക്രറ്റ്, വൺ ആക്ട് ഓഫ് ഇൻജസ്റ്റിസ്.
ആൻഡ് ഇറ്റ്സ് ലൈഫ് ലോങ് കോൺസിക്വൻസസ്. എല്ലാ ആക്ഷൻസും നടന്നുകൊണ്ടിരിക്കുന്നതും എത്തുന്നത് എവിടേക്കാണ്? താരോട് കാണിച്ച ഇൻജസ്റ്റിസിലേക്കാണ്. സോ നമുക്കൊരു യൂണിറ്റി ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ എല്ലാ ആക്ഷനും ലീഡ് ചെയ്യുന്നത് വൺ സെൻട്രൽ സീക്രട്ട്, വൺ ആക്ട് ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് ഇറ്റ്സ് ലൈഫ് ലോങ് കോൺസിക്വൻസസ്. ലൈറ്റിംഗ് ആണ് അതിന് നമ്മൾ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോക്കസ് ക്വിക്ക്ലി എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ മെയിൻറ്റെയിനിങ് ദാറ്റ് മൊമെൻറ്റം. സോ അതിന് യൂണിറ്റി ഓഫ് ആക്ഷനും അച്ചീവ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ എല്ലാം കൂടെ ഒരു സെൻസ് ഓഫ് യൂണിറ്റി നമുക്കുണ്ട്. പിന്നെ സിംബോളിക്കലി നമുക്ക് യൂണിറ്റ് ഓഫ് ടൈമും പ്ലേസും ആക്ഷനും ഇവിടെ അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് ടെക്നിക്. ഇനി അടുത്തൊരു ടെക്നിക്കാണ് മ്യൂസിക്. സ്റ്റേജിൻ്റെ ലെവൽ പറഞ്ഞു. രണ്ടാമത്തെ യൂണിറ്റീസ് ബ്രേക്ക് ചെയ്തിട്ടും സിംബോളിക്കലി അത് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റാണ് മ്യൂസിക്. ഇത് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഓഫ് ഡിസേബിലിറ്റി ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ മ്യൂസിക്കിൽ താര എന്താണ് ബീത്തോവനായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ആൾ ഗ്രേറ്റ് മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്യുന്നു ഡിസ്പൈറ്റ് ബീങ് ഡെഫ്. അപ്പോൾ താര വിചാരിക്കുന്നത് ഞാനും ഡിസേബിൾഡ് ആണ് ബട്ട് യെറ്റ് കേപ്പബിൾ ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. Music is a way for Tara to articulate pain without words. That's why when realized it was a music by Brahms, she asked to turn off. കാരണം ആൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ ബീത്തോവനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇമോഷണൽ ഷിഫ്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാം മ്യൂസിക് വെച്ചിട്ട്. കാരണം അവൾ ഫീലിങ്സ് എല്ലാം ചന്ദനോട് പറഞ്ഞു കഴിയുന്നുണ്ട്. അതായത് ടോക്കിംഗ് തിങ്സ് ത്രൂ ചന്ദൻ. അങ്ങനെ താരയുടെ വീണ്ടും ഒരു ഫുൾഫില്ലിങ് ലൈഫിന് വേണ്ടിയുള്ള ലോങ്ങിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താര തന്നെ പറയുന്നുണ്ട്, ഓ ദറ്റ് മ്യൂസിക് വാസ് വെരി നൈസ്, അത് കുറച്ചും കൂടെ ലൗഡായി പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഹേർട്ട് ആൻഡ് ആങ്കർ വരുന്ന സമയത്ത് ബ്രാംസിനെ റിജക്റ്റ് ചെയ്ത താര തന്നെ ഒരു ഇമോഷണൽ റിലീസ് വരുമ്പോൾ അക്സെപ്റ്റൻസ് ഓഫ് ബ്രാംസ് നമുക്കിവിടെ കാണാം. സോ ഈവൻ ഡിസേബിൾഡ് ആണെങ്കിലും ഹെർ ലോങ്ങിങ് ഫോർ എ ഫുൾഫില്ലിങ് ലൈഫ്, യൂത്ത്, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണ് ബ്രാംസിൻ്റെ ഫസ്റ്റ് കൺസേർട്ടോ ഇവിടെ തീം മ്യൂസിക് ആവുന്നത്. സോ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? യൂത്ത്, പാഷൻ, ഹൈ ട്രാജഡി മിക്സ്ഡ് വിത്ത് റൊമാൻസ്, അതൊക്കെയാണ് ഇത് ഓൾറെഡി ഉള്ളത്. അതിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മ്യൂസിക്കിൻ്റെ ഒരു ക്യാരക്ടർ മേക്കർ പറയുകയാണെങ്കിൽ താര ആൻഡ് ചന്ദൻ ഇങ്ങനത്തെ മ്യൂസിക്കാണ് ഇവർക്ക് ഇഷ്ടം. സോ ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ സെൻസിറ്റിവിറ്റി, അതുപോലെ ഏലിയനേഷൻ ഫ്രം ദെയർ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, നോർമൽ സൊസൈറ്റിയിൽ നിന്നൊരു ഡിസ്റ്റൻസാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് രൂപ പാരൻസ്, അതുപോലെ മിഡിൽ ക്ലാസ് സൊസൈറ്റി, അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇവർക്കുള്ളത്. ഇത് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മിസ്ഫിറ്റ്സിന് ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ്, അങ്ങനെയുള്ള രീതിയിലാണ് ഈ മ്യൂസിക് മാർക്ക് ചെയ്യുന്നത്. ഓൾഡർ ചന്ദൻ പിന്നെ ഡാനായി ഇംഗ്ലണ്ടിൽ പോകുമ്പോഴും ഈ ഒരു കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ സ്ട്രെങ്തൻ ആവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്ത മ്യൂസിക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡോക്ടർ തക്കറിൻ്റെ എൻട്രി. ഒരു ടി വി സ്റ്റൈൽ സിഗ്നേച്ചർ ടോണിലാണ് വരുന്നത്. മീഡിയ പേഴ്സോണാന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു ഇൻ്റർവ്യൂ ടോൺ വരുമ്പോൾ നമുക്ക് കാണാം. ഇത് ആക്ച്വലി വോയറിസം ഓഫ് ദി ഇൻഫർമേഷൻ ഏജ് ആണ്. വോയറിസം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വി എൻജോയ് അതർ പീപ്പിൾസ് പ്രൈവറ്റ് ലൈഫ്, സഫറിങ്സ് ഓർ ട്രാജഡീസ് ആസ് ഇൻഫർമേഷൻ ഓർ കോണ്ടൻറ്റ്. വി ഡോണ്ട് ഹാവ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഓർ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഡിയൻസ് ബിക്കംസ് എ വോയർ ടു ഡോക്ടർ സെൽഫ് പ്രൈസ്. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തൊരു ടെക്നിക്കാണ് ഡ്യുവൽ ആക്ടേഴ്സ് പ്ലേയിങ് ദ സെയിം ക്യാരക്ടേഴ്സ്. ഇത് നമുക്ക് ഫൈനൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പ്ലേയിലും കാണും. അതുപോലെ ദക്ഷ, ഹാർദിക, അതൊക്കെ ഒരേ സ്റ്റേജിൽ, അതായത് ഓൾഡർ ആയിട്ടുള്ള ദക്ഷയും ഹാർദികയും അതുപോലെ യങ്ങർ ആയിട്ടുള്ള ദക്ഷയും സ്റ്റേജിൽ ഒരേ സമയത്ത് പ്രസൻറ്റ് ആവുന്നത് നമുക്ക് കാണാം. രണ്ടാളും ഒരു ക്യാരക്ടറാണ്, പക്ഷെ ഒരാൾ എന്താ പറയുക യങ്ങറാണ്, ഒരാൾ ഓൾഡർ, സെയിം ക്യാരക്ടർ തന്നെയാണ്. സോ അതേ ടെക്നിക്ക് താരയിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദാനം ചന്ദനെ കാണാം. ഇപ്പോൾ ഡാൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്. ആ പാസ്റ്റ് ചെയ്യുന്ന ആ ടൈമും എന്താ പറയുക ആ ഒരു മെമ്മറിയും തമ്മിലൊരു ഡിസ്റ്റൻസിന് വേണ്ടി. പക്ഷേ ചന്ദൻ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ജസ്റ്റ് ബിലോ ദ സർഫസ് ചന്ദൻ ഈസ് വിത്ത് താര. അതായത് ആൾക്ക് ഇൻജസ്റ്റിസ് നേരിടേണ്ടി വരുമ്പോഴും എപ്പോഴും ചന്ദൻ താരയുടെ കൂടെയുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ആക്ടേഴ്സും ഈ ചന്ദൻ എന്നുള്ള ക്യാരക്ടറിനെ തന്നെയാണ് പോർട്രേ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഡ്യുവൽ ആക്ടേഴ്സ് പ്ലേയിങ് ദ സെയിം ക്യാരക്ടർ ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ആൻഡ് ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ മുംബൈയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ഇൻ മുംബൈ ആൻഡ് ലണ്ടൻ
വിത്ത് പാസ്റ്റ് ഇൻ ബാംഗ്ലൂർ അങ്ങനെ പറയുന്നത്. മൾട്ടി കൾച്ചറലിസം കാണിക്കുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നാരായണൻ സാബ് ഇൻ ദ നെയ്ബർഹുഡ്, ഡോക്ടർ കപൂർ ഇൻ ദ ഹോസ്പിറ്റൽ, എ കന്നഡിക രൂപ. അതുപോലെ ചന്ദൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ കവറ്റഡ് സാൻഡൽവുഡ് എന്നാണ്. ഇറ്റ് ഈസ് ഐറണിക് വിത്ത് വുഡൻ ലെഗ്. അതുപോലെ താര ഒരു സ്റ്റാർ എന്നാണ് മീനിങ്. ഇതും ഒരു ഐറണിയാണ്, അതായത് നോബഡി ടുക്ക് ഹെർ ആസ് എ സ്റ്റാർ, അതായത് ആരും അവളൊരു സ്റ്റാറായി കൺസിഡർ ചെയ്യുന്നില്ല, ഹാർഡ്ലി എ സ്റ്റാർ ടു എനി വൺ. സോ അതൊരു ഐറണി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെയിംസും അങ്ങനത്തെയൊക്കെ നമുക്ക് അവിടെ കാണാം. സിനിമ റെഫറൻസസ് നോക്കുകയാണെങ്കിൽ രൂപയാണ് ഫസ്റ്റ് സിനിമ റെഫറൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമ കഴിക്കുമ്പോൾ അറിയാം, ഫേറ്റൽ അട്രാക്ഷൻസ്, ഓഫീസ് ചോയ്സ്, ട്വിൻസ്, ചിൽഡ്രൻ ഓഫ് എ ലെസർ ഗോഡ്. കുറച്ചും കൂടെ ആളുടെ ഏജും ക്യൂരിയോസിറ്റിയും സെക്ഷൽ എവേക്കനിങ് എല്ലാം കാണിക്കുന്ന തരത്തിലുള്ള സിനിമാസാണ് ഇവിടെ, സിനിമ റെഫറൻസസ് ആണ് ഇവിടെ ഉള്ളത്. ഈച്ച് മൂവി കമൻസ് ടാൻജൻഷ്യലി ഓൺ ദ സെൻട്രൽ സിറ്റുവേഷൻ ഓഫ് ദ പ്ലേ. ആ പ്ലേയുടെ ആ ഒരു എന്താ പറയുക സെൻട്രൽ സിറ്റുവേഷനോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഫിലിംസാണ് ഇതെല്ലാം. ഓഫീസ് ചോയ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് മദർ ഹാസ് ടു ഡിസൈഡ് ആരെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്, മോനെയാണോ മോളെയാണോ എന്നുള്ളത്. ഇപ്പോൾ ട്വിൻസ് ആണെങ്കിൽ ട്വിൻസ് വിത്ത് ഡിഫറൻസ് ആണ് ഈ മൂവിയിൽ. ചിൽഡ്രൻ ഓഫ് എ ലെസർ ഗോഡ് കുറച്ചും കൂടി ഡെഫ് ആൻഡ് ഡം പീപ്പിളിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ടാൻജൻഷ്യലായിട്ട് നമ്മുടെ ഒരു സെൻട്രൽ സിറ്റുവേഷൻ ഓഫ് പ്ലേനെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ റെഫറൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അൺസീൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സാധാ റെഫറൻസസ് വരുന്നു, അതായത് സംസാരിക്കുമ്പോൾ അതവിടെ നമുക്ക് സ്റ്റേജിൽ കേൾക്കാമെങ്കിലും ഫിസിക്കലി ആളവിടെ പ്രസൻ്റ് ആയിരിക്കില്ല. എക്സാമ്പിൾ ഇവിടെ നളിനി, പ്രേമ, പ്രഫുൽ, അതായത് നമ്മുടെ പട്ടേൽസിൻ്റെ പട്ടേൽസ് ബ്രദർ ഇൻ ലണ്ടൻ, ആളാണിപ്പോൾ ഡാനിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ നാരായണൻ സാബ്, ഇങ്ങനത്തെ ആൾക്കാരെല്ലാം നമുക്ക് കേൾക്കാമെങ്കിലും കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് അലൗസ് ടെക്സ്ച്വൽ റിച്ച്നെസ് വിതൗട്ട് ഡ്രമാറ്റിക് എക്സസ് ആൻഡ് കൺഫ്യൂഷൻ. ബ്രേവ്ലി ഫോർ ദ ക്വീനിൽ നമുക്കിങ്ങനെ കാണാം. പ്രഫുൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാരക്ടറുണ്ട്, ഡോളിയുടെ അൽക്കാഡിയും ബ്രദർ, ആളും അത് കാണുന്നില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ കാണിക്കുന്നില്ല, ഒക്കെ സംസാരം വരുന്നുള്ളൂ. ടെക്സ്ച്വൽ റിച്ച്നെസ് മാത്രം ആഡ് ചെയ്യാനാണ് ഇങ്ങനത്തെ ആൾക്കാർ. ഡ്രമാറ്റിക് എക്സസും കൺഫ്യൂഷനും വെച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുത്ത സിംബോളിസമാണ്. സിംബോളിസം ഇവിടെ കാണിക്കുന്ന മെയിൻ എക്സാമ്പിൾ ഭാരതി റോക്കിംഗ് എ ബേബി ഓൺ സ്റ്റേജ്. നമുക്കൊരു ലവിങ് മദർഹുഡിൻ്റെ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ സ്റ്റേറ്റ്സ് എല്ലാം, ഇന്നർ സ്റ്റേറ്റ്സ്, ഇമോഷണൽ തീംസ് എല്ലാം ഒരു റിയലിസ്റ്റിക് ഇനാക്ട്മെൻറ്റും ഇല്ലാതെ ഒരു സിമ്പിളിലൂടെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു സിംബോളിസം ഇവിടെ ഉണ്ട്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ടെക്നിക്സ് ഇവിടെ എന്താ പറയുക ഒരു പ്ലേയിൽ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടെക്നിക്സ് ദത്താനി യൂസസ് ടു ഹൈലൈറ്റ് ഫാമിലി ട്രോമ, ജെൻഡർ ഹൈറാർക്കി, റെക്കൺസിലിയേഷൻ, ഫൊഗീവ്നെസ് ഇങ്ങനെയാണ്. അതായത് ലാസ്റ്റിൽ ചന്ദൻ ആൻഡ് താര അവരുടെ സ്പിരിറ്റ്സ് ഈച്ച് അതർ ഹഗ് ചെയ്യുന്നതാണ് എൻഡ് ഓഫ് ദി പ്ലേ. സോ അതൊരു സിംബോളിസമായിട്ട് കൺസിഡർ ചെയ്യാം, ഫൊഗീവ്നെസ്സിൻ്റെ ഒരു തീം പോർട്രേ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെയാണ് ഈ ടെക്നിക്സ്, അതായത് ഈ ഒരു പ്ലേയിലത്തെ ടെക്നിക്സ് പറയാൻ പറ്റുന്നത്. ലാംഗ്വേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാച്ചുറലി ആൻഡ് ഫ്രീ യൂസേജ് ഓഫ് ഇംഗ്ലീഷാണ് നമുക്കവിടെ കാണുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡോണ്ട് വി നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോലെ ഈസൻറ്റ് ഇറ്റ് അതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രൂപ സ്വിച്ചസ് ടു കന്നഡ വെൻ ഷീ ലേൺസ് എ ഫാമിലീസ് ഫ്രം ബാംഗ്ലൂർ. പക്ഷേ കന്നഡ ഭയങ്കര പുവറാണ്, അവളുടെ ഹാഫ് ബേക്കഡ് കൾച്ചറൽ എഡ്യൂക്കേഷനാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ രൂപയുടെ ബാഡ് ഇംഗ്ലീഷ്, അതുപോലെ ബാഡ് കന്നഡ, അതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് കുറച്ചും കൂടെ പ്രിസംപ്ച്വസ് ആണ്. അവൾ പറയുന്ന ചില കോമഡി ഉണ്ട്. 2 peas in a pot, കമ്പാറ്റിബിൾ എന്നുള്ള കമ്പാറ്റിബിൾ എന്ന് പറയുന്നു, പീന് പകരം ബി യൂസ് ചെയ്യുന്നു. അതൊരു ക്ലാസ് ആസ്പിറേഷൻസ് ആൻഡ് ഹ്യൂമറൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ കുറച്ച് സ്റ്റീരിയോ ടൈപ്സും കൂടെ ഉണ്ടെന്ന് പറയാം. ബോംബെ ഹിന്ദി റെഫറൻസസ് ഉണ്ട്. ഭയ്യ എന്ന് പറയുന്നുണ്ട്. ഭയ്യ എന്ന് പറയുമ്പോൾ ഭയ്യ എന്ന് പറഞ്ഞ മീനിങ് ബ്രദറാണ്, പക്ഷേ ദൂദ്വാലാണ് മുംബൈ സ്ലാങ്ങിൽ അത് കുറച്ചും കൂടെ എന്താ പറയുക മിൽക്ക് മാൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസേജ് ഉണ്ട്. ഇനി ദത്താനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് അക്സെപ്റ്റബിലിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിഡിൽ ക്ലാസ് ഇംഗ്ലീഷ്. നമുക്ക് സ്ട്രെസ്സും ഇൻറ്റർനേഷനും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേണ്ട. അതുപോലെ നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് വേർഡ്സും അല്യൂഷൻസും ഒക്കെ യൂസ് ചെയ്യാമെങ്കിലും ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ദാറ്റ് എവരിബഡി അക്സെപ്റ്റ്സ്. സോ അങ്ങനെ അതിനും താഴെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കോമിക്കായി മാറുന്നു എന്നുള്ള ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യും കൂടെ ചെയ്യുകയാണ് ആര്, ദത്താനി. സോ ഡീവിയേഷൻ ഫ്രം ദിസ് ഇംഗ്ലീഷ് ട്രീറ്റഡ് ആസ് കോമിക് ആൻഡ് റിഫ്ലെക്ട്സ് ക്ലാസ് ആസ്പിറേഷൻസ് ആൻഡ് ലോവർ സ്റ്റേറ്റസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. എന്താണ് ഇംഗ്ലീഷ്? വൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ
ഇപ്പോൾ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ ഈ പ്ലേ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റർസ്റ്റേറ്റ് മാരേജ് ആണ് ഫാദറും മദറും. അപ്പോൾ ഫാദർ ഗുജറാത്തി, മദർ കന്നഡിക. സോ ചിൽഡ്രൻ ഒബ്വിയസ്ലി പല ഇംഗ്ലീഷ് പബ്ലിക് സ്കൂൾസിലായിരിക്കും പോയിട്ടുണ്ടാവുക. ഓൾസോ ദ മെൻഷൻ ഓഫ് ഏർലിയർ സ്റ്റേ മുംബൈ പറയുന്നു, പിന്നെ അവസാനം ലണ്ടനിൽ പറയുന്നു. മൊത്തത്തിൽ എന്താണ്, ഈ ഒരു മിഡിൽ ക്ലാസ് വേൾഡിൻ്റെ ലിംഗ്വ ഫ്രാങ്ക ഇംഗ്ലീഷ് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്തതെന്നുള്ളതിന് ഒരു നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷ് ഇമോഷനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലിമിറ്റിംഗ് ആയിട്ട് അവർ കാണുന്നില്ല, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ കർണാടക ആണെങ്കിലും അതുപോലെ ദത്താനി ആണെങ്കിലും അത് അവോയ്ഡഡ് എക്സാജറേറ്റഡ് ഫ്ലവറി ഒരു ഓവർ ഇമോഷണൽ ലാംഗ്വേജ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇംഗ്ലീഷ് ഇമ്പോസസ് ഇമോഷണൽ ഡിസിപ്ലിൻ, പ്രിവെൻറ്റിങ് എക്സസ് സെൻറ്റിമെൻറ്റാലിറ്റി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പോർട്രേ ചെയ്യുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ലൈൻസിൽ കൂടെ കൺവേ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ അതൊരു ഇമോഷണൽ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുന്നു, അതുപോലെ എക്സസ് സെൻറ്റിമെൻറ്റാലിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ ദേ ടുക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ്, നോട്ട് എ നെഗറ്റീവ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തന്നെ ദത്താനി ഇൻഡിവിജ്വേറ്റ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന്? നമുക്ക് രൂപേനൊക്കെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലോഡ് ആയിട്ടുള്ള കോമിക് ഇംഗ്ലീഷാണ്. ഡോക്ടർ തക്കറിന് നോക്കുകയാണെങ്കിൽ ഫോർമൽ പബ്ലിക് സ്പീച്ച് ഇംഗ്ലീഷ് പോലെയാണ്. ആൾ പിന്നെ ഡോക്ടറാണ്, സയൻറ്റിസ്റ്റ് ഇംഗ്ലീഷ് പോലെയാണ്. ചന്ദൻ കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റൽ, പ്ലേഫുൾ, പിന്നെ ഒരു റൈറ്ററിൻ്റെ രീതിയിലുള്ള ഒരു ഇംഗ്ലീഷാണ്. താരയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് സ്ലാങ് ആണ് താര യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിലുള്ളത്. പാരൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളി പറയുന്ന ഇംഗ്ലീഷാണ്, അതായത് സെൻറ്റൻസുകളെല്ലാം പ്രോപ്പറായിട്ടൊരു സ്റ്റഡീഡ് ഇംഗ്ലീഷാണ്. ഭാരതി അതിൽ കുറേ ഇന്ത്യൻ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ദത്താനി മാനേജസ് ടു ഇൻഡിവിജ്വേറ്റ് ക്യാരക്ടേഴ്സ് ത്രൂ ദ യൂസേജ് ഓഫ് പെർട്ടിക്കുലർ ഇംഗ്ലീഷ്. അതായത് ഓരോന്നും ഒരു വേരിയൻസ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നമുക്കിതിനെ ക്യാരക്ടേഴ്സിനെ ഇൻഡിവിജ്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്.